അങ്ങനെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ വിട്ട് ഒരു 10:45 ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉപ്പയാണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടി നാട്ടോ വരുന്നത്. ആനമുളി എത്തുമ്പോഴത്തേക്കും പറയാം അപ്പോൾ കിണലവിടെ വന്ന് നിന്നാൽ മതി നാട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 10:45 ആൾ വിളിക്കണമില്ല. ഞാനൊരു 19 വട്ടം വിളിച്ചിട്ട് ആളിട്ട് ഫോൺ എടുക്കണം. സംഭവം എന്താണെന്നുള്ളത് ആൾ പിന്നെയാണ് പറഞ്ഞത്. കാരണം നല്ല തിരക്കായിരുന്നു ബസ്സിൽ, ആൾക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ ഒരാളെ ഫോണൊക്കെ വിളിക്കുമ്പോൾ ആൾ എടുക്കാത്ത സന്ദർഭത്തിൽ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കില്ലേ ഇവരെന്താ ഈ ഫോൺ എടുക്കാതെ എന്നുള്ളത്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളവസ്ഥ എന്താണെന്നുള്ളത് അപ്പം നമ്മൾ ചിന്തിക്കാറില്ല. എന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി സ്കാൻ ചെയ്യാനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ടോക്കണും കാര്യങ്ങളും എടുത്തപ്പോൾ 42ാമത്തെ ടോക്കൺ ആയിരുന്നു. 1:30ക്കാണ് നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സംഭവം ഒരു 12 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവളുടെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളൊരു ബ്രൈഡൽ റെൻ്റൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് മണ്ണാർക്കാട്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവൾ എന്നെ തിരിച്ചത് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ ആയിട്ട് കണ്ടു. നമുക്ക് ഹസ്ബൻഡ്, മക്കള്, അതുപോലെ വാപ്പ, അങ്ങനത്തെയൊക്കെ എല്ലാവരും ഉണ്ടെന്നുണ്ട്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായി നടന്ന ഒരാളെ കുറേ കാലത്തിനൊക്കെ ശേഷം കാണുമ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ.